അച്ഛൻ വളയും പിടിക്കുന്ന ബസ്സിൽ മകൾ ഡബിൾ ബെല്ലടിച്ചു. യാത്രക്കാരനായി കേന്ദ്രമന്ത്രി കൂടി എത്തിയതോടെ യാത്ര ഉഷാറായി. കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന രാമപ്രിയ എന്ന ബസ് അച്ഛന്റെയും മകളുടെയും സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമാണ്. അച്ഛൻ കൊടുങ്ങല്ലൂർ സ്വദേശി ഷൈൻ ഡ്രൈവറും മകൾ അനന്തലക്ഷ്മി കണ്ടക്ടറുമായുള്ള ബസ് യാത്രയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പങ്കാളിയായി. ചെറുപ്പം മുതൽക്കേ വാഹനങ്ങളോടുള്ള പ്രിയമാണ് അനന്തലക്ഷ്മി എന്ന പെൺകുട്ടിയെ കണ്ടക്ടർ കുപ്പായം അണിയിച്ചത്. ഇപ്പൊ കണ്ടക്ടറായിട്ട് 1.5 കൊല്ലായി. ഗ്യാപ്പിന് പോയിരുന്നു, അത് ഒരു 3 കൊല്ലായി. ഇപ്പൊ സ്ഥിരമായിട്ട് പോയിരുന്നു. ഇപ്പൊ കഴിഞ്ഞ മാസം തൊട്ട് ക്ലാസ് തുടങ്ങിയപ്പോ ക്ലാസ്സിനും പോയി, ശനി ഞായർ മാത്രം. ഇപ്പൊ CMA പഠിക്കണ്ട, MCOM പഠിക്കണം. MCOM പഠനത്തിനൊപ്പമാണ് അനന്തലക്ഷ്മി കണ്ടക്ടറായി ജോലി ചെയ്യുന്നത്. കാര്യം പ്രത്യേകം കൈവിടാണ്ട് ഇതും ശ്രദ്ധിക്കുക. ഒരു തൊഴിൽ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു തൊഴിൽ എപ്പോഴും നല്ലത് തന്നെയാണല്ലോ. അതിനുവേണ്ടി അത് പഠിപ്പിച്ചു. പിന്നെ ആളുടെ താല്പര്യം, ഈ തൊഴിലെടുക്കാനും താല്പര്യം ഉണ്ടല്ലോ, അതൊരു പ്രധാന ഘടകമാണ്. അല്ല, സ്ഥിരമായിട്ടല്ല, ക്ലാസ് ഇല്ലാത്തപ്പോൾ പുള്ളിക്കാരിയാണ് ഇത് ചെയ്യുക, അല്ലെങ്കിൽ വേറൊരു പയ്യനാണ്. ഒരു കണ്ടക്ടർ ആയ ഒരു ഫുൾ പവറിൽ തന്നെയാണ് ആൾ ഇത് ചെയ്യുക. ആ ബ്ലോക്കൊക്കെ മാറ്റാനും പൈസ മേടിക്കാനും ആളെ കയറ്റി റൈറ്റ് ആക്കാനൊക്കെ പ്രത്യേക വൈഭവമാണുള്ളത്. കോവിഡാനന്തരമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ബസ് സർവീസ് നടത്തുകയെന്നത് ശ്രമകരമായി മാറിയപ്പോഴാണ് സ്വന്തം ബസ്സിൽ അനന്തലക്ഷ്മി ധൈര്യമായി കണ്ടക്ടറായത്. താല്പര്യം ഉണ്ടായില്ല, പക്ഷെ ചെറുപ്പത്തിലേ തുടങ്ങിയ ആൾ പോവായിരുന്നു. ഒരു 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ തുടങ്ങിയ അച്ഛൻ്റെ കൂടെ പോവായിരുന്നു. അത് വെറുതെ പോയിരുന്നതാണ്. പിന്നെ കൊറോണയ്ക്ക് ശേഷമാണ് ഇങ്ങനെ വണ്ടിയിൽ പോകാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. പഠനം ഒക്കെ ഇതാവില്ലെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഒരു ഇത്, അല്ലാതെ വേറൊരു ടെൻഷനൊന്നും ഉണ്ടായില്ല. അച്ഛനുള്ള കാരണം കൊണ്ട്, പിന്നെ നമുക്ക് ഒരുപാട് പ്രൊഫഷണലായിട്ട് നമ്മളിവിടെ സർവീസ് നടത്തുന്നവരായതുകൊണ്ട് അങ്ങനെ പേടിയുണ്ടായില്ല. പഠനത്തിന് എന്തെങ്കിലും ബാധിക്കുമോ എന്നുള്ളത് മാത്രമായിരുന്നു. പക്ഷെ അതൊക്കെ ആള് തരണം ചെയ്തു. പഠനം കൊണ്ടുപോകുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ അച്ഛൻ്റെ ഒപ്പം വണ്ടിയിൽ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഹാപ്പിയാണ്. കൊടുങ്ങല്ലൂർ നഗരസഭാ കൌൺസിലർ ധന്യയുടെ മകൾ കൂടിയായ അനന്തലക്ഷ്മിയെക്കുറിച്ച് കേട്ടറിഞ്ഞ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൊടുങ്ങല്ലൂരിലെത്തിയപ്പോഴാണ് ബസ് യാത്ര നടത്തിയത്. രാവിലെ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ക്ഷേത്രനടയിൽ പക്ഷികൾക്ക് കുടിവെള്ളം നൽകുന്നതിനുള്ള മൺപാത്ര വിതരണത്തിന്റെ ഉദ്ഘാടനവും നടത്തിയ ശേഷമാണ് കോട്ടപ്പുറത്തേക്ക് ബസ് യാത്ര നടത്തിയത്. അനന്തലക്ഷ്മിയെയും അച്ഛൻ ഷൈൻ, അമ്മ ധന്യ എന്നിവരെയും പൊന്നാടയണിയിച്ച് ആദരവ് നൽകിയ ശേഷം ബസ് യാത്രയിൽ പങ്കാളികളാവുകയായിരുന്നു. BJP നേതാക്കളും നഗരസഭാ കൌൺസിലർമാരും ബസ് യാത്രയിൽ പങ്കെടുത്തു. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം.